പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പുകഴ്പെറ്റ നമ്മുടെ നാട്, നമ്മുടെ കേരളം. ഈ കേരളത്തിന് പുറത്ത് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് തൊഴിലാളികൾ തൊഴിലെടുക്കാനായി, ഉപജീവനത്തിന് വക തേടുവാനായി നമ്മുടെ നാട്ടിലേക്ക് വരുന്നു. ഇന്ന് നമുക്കറിയാം, നമ്മുടെ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നമ്മൾ രാവിലെ ഒരു 8 മണിക്ക് മുൻപ് ചെല്ലുകയാണെങ്കിൽ 10, 50, 100, 200, 500, 800, 1000 ഒക്കെ പേർ നമ്മുടെ പല കൊച്ചു പ്രദേശങ്ങളിൽ, കടകമ്പോളങ്ങളുള്ള സ്ഥലങ്ങളിൽ അവർ വന്ന് തൊഴിൽ എടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ തേടി വരത്തക്ക തരത്തിൽ, അവർക്ക് കണ്ടുപിടിക്കത്തക്ക തരത്തിൽ അവരവിടെ ഇരിക്കുന്നത് നമുക്കറിയാം. ആ പ്രകാരം അവർ വിളിച്ചുകൊണ്ട് പോവുകയും ചെയ്യാൻ അവസരം ഉള്ളതുകൊണ്ടാണ്. അങ്ങനെ ഏതാണ്ട് വ്യക്തമായ കണക്കൊന്നും ഇല്ലെങ്കിലും 50 ലക്ഷത്തിലധികം പേർ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ വന്ന് പണിയെടുക്കുന്നുണ്ട്. ഇത് തെറ്റായും ശരിയായും ഒക്കെ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ വ്യാഖ്യാനങ്ങൾ നടക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ വീഡിയോ, ഒരു ചർച്ചയ്ക്ക് വേണ്ടി ഈ വീഡിയോ ഇടുന്നത്. വസ്തുനിഷ്ഠമായി ഞാൻ പറയുന്നതാണ് ശരി എന്നുള്ള അടിസ്ഥാനത്തിലല്ല. ഇപ്രകാരം ഒരു വീഡിയോ ഇട്ട് കഴിയുമ്പോൾ അതിനോട് കൂട്ടിച്ചേർക്കാനും അതിനോട് വെട്ടിച്ചുരുക്കാനും ഒക്കെ താല്പര്യമുള്ള മറ്റേതിനോടൊപ്പം തന്നെ കമൻ്റ് ഇടുന്നവർ ധാരാളം ഉണ്ടാവും. അപ്പോൾ അപ്രകാരം വന്ന് നമുക്ക് യഥാർത്ഥ വിഷയത്തിൽ നിഗമനത്തിൽ എത്തിച്ചേരാമല്ലോ എന്ന് ധരിച്ചാണ്. ആ നിലയ്ക്കുള്ള എൻ്റെ അഭിപ്രായം, ഇവിടെ നമുക്ക് ബംഗാളിൽ നിന്ന് തൊഴിലാളികൾ വരുന്നുണ്ട്, ഒറീസയിൽ നിന്ന് വരുന്നുണ്ട്, അഥവാ ഒഡീഷയിൽ നിന്ന് തൊഴിലാളികൾ വരുന്നുണ്ട്, ബീഹാറിൽ നിന്ന് വരുന്നുണ്ട്. അപ്രകാരം വിവിധ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന്, യു പിയിൽ നിന്ന് വരുന്നുണ്ട്. യോഗി ആദിത്യനാഥിൻ്റെ യു പിയിൽ നിന്ന് വരുന്നുണ്ട്. എന്താണ് അവിടെ തൊഴിലില്ലാഞ്ഞിട്ടാണോ? എന്താണ് ഇവിടെ വരാൻ കാരണം? ഇവിടേക്ക് വരുന്നത് മറ്റൊന്നുമല്ല, 200 രൂപയിൽ താഴെ, അതായത് ഗുജറാത്തിൽ 180 രൂപ, പല സംസ്ഥാനങ്ങളിലും പല റേറ്റുകളാണ്. ഏതായാലും 200 രൂപയിൽ താഴെ മാത്രം ഒരു ദിവസത്തെ അധ്വാനത്തിന് ഒരു തൊഴിലാളിക്ക് പ്രതിഫലം കിട്ടുമ്പോൾ 800-ന് മുകളിൽ 800, 825, 850, 900, 1000 രൂപ വരെ ഈ കൊച്ചു കേരളത്തിൽ അതേ തൊഴിലെടുക്കുന്ന തൊഴിലാളിക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ നാട്ടിൽ 4 ദിവസമോ 5 ദിവസമോ ചെയ്താൽ കിട്ടുന്ന, അതായത് ഒരാഴ്ച ചെയ്താൽ കിട്ടുന്ന വേതനം ഇവിടെ ഒരു ദിവസം ലഭിക്കുന്നു. അവരുടെ ഗൾഫായി മാറുന്നത് അതാണ്. അവരിവിടെ വരുന്നത്, അപ്രകാരം തൊഴിലെടുക്കാൻ വരുന്നത്. അവിടെ വരുമ്പോൾ നമുക്കറിയാം പല തരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ വരുന്ന വിവിധ സംസ്ഥാനങ്ങൾ, ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിക്കുന്നത്, കോൺഗ്രസിൻ്റെ ഒരു പണ്ട് കോൺഗ്രസ്സൊക്കെ ആയിരുന്ന, ഇന്ന് മമതാ ബാനർജിയുടെ രാഷ്ട്രീയ പ്രസ്ഥാനം ബംഗാളിൽ ഭരിക്കുന്നു. അതിൻ്റെ മറ്റൊരു രൂപത്തിൽ രൂപപ്പെട്ട് വന്നതാണ്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ, യൂണിയൻ ഗവൺമെൻറ് ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ തന്നെ വക്താക്കൾ അവരുടെ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഇങ്ങോട്ട് തൊഴിൽ തേടി വരുമ്പോൾ അതിനേക്കാൾ മെച്ചം ഇതായിട്ടാണല്ലോ ഇങ്ങോട്ട് വരുന്നത്. അതിന് എല്ലാവരും ബംഗാളികളാണ് എന്ന് പറയുന്നൊരു തെറ്റായ വ്യാഖ്യാനമുണ്ട്. ഇത് ഇടതുപക്ഷത്തെയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയോ മാർക്സിസ്റ്റിനെയോ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള നിലയാണ് ഈ വരുന്നത്. അപ്രകാരം അല്ല വസ്തുത. അപ്രകാരം വരുന്ന തൊഴിലാളികൾ നമ്മളവർക്ക് പേരിട്ടു. കേരള സംസ്ഥാനം, കേരളത്തിലെ മുഖ്യമന്ത്രി, കേരളത്തിലെ ഭരണകൂടം എന്ന് പേരിട്ടു. അതിഥി തൊഴിലാളികൾ വളരെ മാന്യമായി കോവിഡ് കാലഘട്ടത്തിൽ പോലും അവരോട് നമ്മൾ കരുതിയ കരുതൽ, തലമുറകൾ കഴിഞ്ഞാലും അവർക്ക് മറക്കാൻ കഴിയാത്ത കരുതൽ നടത്തിയ സംസ്കാരമുള്ളവരാണ് കേരളീയർ, മലയാളികൾ. അപ്രകാരം നമ്മൾ അവരെ കരുതുന്ന സാഹചര്യം ഉണ്ടായി. ആ തൊഴിലാളികൾ വരുമ്പോൾ ഇവിടെ എങ്ങനെയാണ് ഈ കൂലി വർദ്ധിച്ചത്? അതാണ് നമ്മുടെ പ്രശ്നം. ഇവിടെയും യഥാർത്ഥത്തിൽ ഉത്തരേന്ത്യയിലെ പോലെ തന്നെ വരേണ്ടിയിരുന്നതാണ്. അതിൽ നിന്ന് ഏക വ്യത്യാസം എന്ന് പറയുന്നത്, തൊഴിലാളികളോട് താല്പര്യമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇവിടെ മാറിയും പറഞ്ഞു അധികാരത്തിൽ വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ഇടത്തരക്കാർക്കും സാധാരണക്കാരനും തൊഴിലാളികൾക്കും ഗുണപരമായി, കർഷക തൊഴിലാളികൾക്കും ഗുണപരമായ നിലപാടുകൾ പലപ്പോഴും എടുത്തിട്ടുണ്ട്. ഇവിടെ കേരളത്തിൽ ഭൂമി അത് കൃഷി ചെയ്യുന്ന സാധാരണക്കാരൻ്റെ കിട്ടാനുള്ള ശ്രമം നടത്തി. ഭൂപരിഷ്കരണം അടിസ്ഥാനപരമായി നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കേരളം. വിദ്യാഭ്യാസപരമായി 57-ലെ ജോസഫ് മുണ്ടശ്ശേരി മാഷിൻ്റെ ഒക്കെ വിദ്യാഭ്യാസ ബില്ല് ഒത്തിരി വിവാദമായ ബില്ലാണ്. അതിൻ പ്രകാരം ഉണ്ടായ നിയമം, വിദ്യാഭ്യാസ രംഗത്തുണ്ടായ കുതിച്ചുചാട്ടം,
അതിന് തുടക്കം ഉണ്ടാകുന്ന അവിടെയാണ്. ഭൂപരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അപ്രകാരം അടിസ്ഥാനപരമായ കാര്യങ്ങളിലുണ്ടായ ഇവിടുത്തെ വികസനം, ആ വികസനമാണ് സാധാരണക്കാരൻ്റെ കയ്യിൽ ഭൂമി വരുവാനും അവന് കോടതിയിലൊരു ജാമ്യം എടുക്കണമെങ്കിൽ പോകാൻ കഴിയുന്ന തരത്തിൽ കരമടച്ച് രസീത് അവൻ്റെ പേരിൽ കിട്ടാനും അവൻ ആ ഭൂമി ഒന്ന് പണയപ്പെടുത്തി അവന് പല ജോലികൾക്ക് പണം കണ്ടെത്താൻ കഴിയുന്നു. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോകുന്നതിന് പണം കണ്ടെത്താൻ കഴിയുന്നു. ആ പണമൊക്കെ ഉപയോഗിച്ച് അവൻ ഗൾഫിൽ പോയി കൂടുതൽ പണങ്ങൾ നേടുന്നു, വിദേശ രാജ്യങ്ങളിൽ പോയി കൂടുതൽ പണങ്ങൾ നേടുന്നു. അപ്പോൾ ആ രൂപത്തിൽ വന്ന പൊതുവായി വന്നൊരു വളർച്ചയും വികസനവും ഇവിടെ ഈ നാട്ടിലുണ്ടായി. അതിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ സംഭാവന ചെറുതല്ല. അതിനെ മാറി നിന്ന് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ കൊഞ്ഞണം കുത്തിയിട്ടും കാര്യമില്ല. ഇത് പറയുമ്പോൾ പറയും ഗൾഫ് നാടുകളിൽ നിന്നുള്ള സമ്പത്താണ് കേരളത്തിൻ്റെ വളർച്ചയുടെ അടിസ്ഥാനം. അതേ ശരിയാ, അത് തർക്കമെന്ന് ആർക്കാ നിഷേധം? പക്ഷേ അവിടെ ഒരു പ്രശ്നം, അങ്ങനെ ഗൾഫ് നാടുകളിൽ പോകാൻ കഴിയുന്ന തരത്തിൽ ഉള്ള വിദ്യാഭ്യാസം സാധാരണക്കാരന് തൊഴിലാളികൾക്ക് നേടുന്നതിനും അതിനാവശ്യമായ പ്രാഥമിക ചെലവുകൾ വഹിക്കത്തക്ക തരത്തിലുള്ള സമ്പത്ത് സമാഹരിക്കുന്ന കാര്യത്തിലും ഞാൻ മുൻപ് സൂചിപ്പിച്ച ഈ ഭൂപരിഷ്കരണ നിയമവും അതുപോലെ തന്നെ ഈ പറഞ്ഞ വിദ്യാഭ്യാസ പരിഷ്കരണം, ആ നിയമം സൃഷ്ടിക്കലും ഒക്കെയായി ബന്ധപ്പെടുത്തിയുണ്ടായ അതും അതേ പിൽക്കാലത്തും ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളും വളർച്ചയും ഉയർച്ചയുമാണ് ഇതിൻ്റെ എല്ലാ അടിസ്ഥാനം. അപ്രകാരം കൂലിക്ക് വേണ്ടിയുള്ള സാധാരണക്കാരൻ്റെ വിലപേശൽ അതിനെപ്പോഴും തീർച്ചയായും ഈ പ്രസ്ഥാനങ്ങൾ, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുൻപന്തിയിലായിരുന്നു. അപ്പോൾ സാധാരണക്കാരൻ കൂലി വർദ്ധിച്ചു, അവൻ്റെ ജീവിതത്തോത് വർദ്ധിച്ചു. അവൻ സാധാരണക്കാരൻ ഇടത്തരക്കാരനെ പോലെയും ഇടത്തരക്കാരൻ ഏതാണ്ട് സമ്പന്നന്മാരുടെ നിലവാരത്തിലേക്കും ജീവിക്കാൻ കഴിയുന്ന ഒരു ജീവിതത്തോതും ജീവിത സാഹചര്യവും ഇവിടെ രൂപപ്പെടുത്തിക്കൊണ്ട് വന്നു. ഇതിനൊക്കെ അടിസ്ഥാനപരമായ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ഇടതുപക്ഷത്തിന് അനുകൂലമാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിന് അനുകൂലമാണ്. ആ തരത്തിലേക്കൊരു ചർച്ച തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നമുക്ക് രൂപപ്പെടുത്താൻ കഴിയേണ്ടതാണ്. അതിന് തെറ്റായ വ്യാഖ്യാനങ്ങൾ നടത്തുന്നവരുടെ ശ്രദ്ധയിൽ അങ്ങനെയല്ല, ഈ വശം കൂടി ചിന്തിക്കേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്രകാരം ഒരു വീഡിയോ പ്രസിദ്ധീകരിച്ചത്. ഞാൻ അഡ്വക്കേറ്റ് കെ എൻ മോഹൻദാസ്.